ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. ഇന്നെൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു വർക്ക് നോക്കാം കേട്ടോ. ഒരുപാട് അളവിൻ്റെയോ അല്ലെങ്കിൽ ഒത്തിരി പെറ്റൽസ് മേക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലെ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി എന്ന് വെച്ചിട്ടൊന്നും ഒരു പ്രശ്നമില്ല. കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് അരിയൊക്കെ ഒന്ന് നീറ്റാക്കി കൊടുക്കുക. അതിനുശേഷം രണ്ട് സൈഡും ഒന്ന് ഉരുക്കിയെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരേപോലെ കറക്റ്റ് വരച്ചിട്ടൊന്നുമല്ല ഞാൻ വെട്ടിയേക്കുന്നത്. കുറച്ച് കയറിയും ഇറങ്ങിയും ഒക്കെയാണ് കേട്ടോ ചെയ്തേക്കുന്നത്. ഒരു സൈഡ് ഉരുക്കിയെടുക്കുക, അടുത്ത സൈഡ് ഉരുക്കുമ്പോൾ കുറച്ചൊന്ന് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന രീതിയിൽ ഉരുക്കി കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞ് ചുളിവ് പോലെ അതിൻ്റെ അകത്ത് വരും കേട്ടോ. അങ്ങനെ ആവുന്ന രീതിയിൽ ഒരു സൈഡ് ഫുൾ ഉരുക്കിയെടുക്കുക, ഒരു സൈഡ് നോർമലായിട്ട് ഉരുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ആക്കി കൊടുക്കേണ്ട ആ ഭാഗത്ത് ചെറിയ രീതിയിൽ ആ ഒരു കരിയില്ലേ, അതായത് കളർ ചേഞ്ച് വരുമല്ലോ, അങ്ങനെ വരുന്ന രീതിയിൽ ചെയ്തെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. എത്ര വലിയ ഫ്ലവറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് തുണിയുടെ നീളം കൂട്ടി കൊടുക്കുക. ഒറ്റ തുണിയായിട്ട് എടുക്കുക കേട്ടോ. ഇത് റിബണിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും, പക്ഷേ റിബൺ ആകുമ്പോഴത്തേക്കും 1 ഇഞ്ചിൻ്റെ റിബണൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അത് കുഞ്ഞു ഫ്ലവറേ പറ്റുള്ളൂ. ഇത് മെറ്റീരിയലിൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വലിപ്പത്തിനാണോ വേണ്ടത് അത്രയും വലിപ്പത്തിനും ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഫസ്റ്റ് ഒന്ന് കോണായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക. അതായത് വീടിൻ്റെ മേൽക്കൂരയൊക്കെ നമ്മൾ വരയ്ക്കില്ലേ, അതുപോലെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒന്ന് മടക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള തുണികളെല്ലാം ഇതേപോലെ ഒന്ന് കുട്ടി ഞൊറിവ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്നാക്കി വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ ചിന്തിച്ച് കറക്റ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ഇങ്ങനെ വയ്ക്കുക. നമുക്ക് എത്രയാണോ കയ്യിലിങ്ങനെ വെക്കാൻ പറ്റുന്നത് അത്രയാകുമ്പോഴത്തേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇളകി പോകാതെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് ഏതിലേക്ക് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഒറ്റ വലിയൊരു ഫ്ലവർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഹെയർ ബോയിലോട്ടോ അലിഗേറ്റർ ക്ലിപ്പ് പറ്റത്തില്ല, ഹെയർ ബോയിലോട്ടോ അല്ലെങ്കിൽ ഹെയർ ബാൻഡിൽ കുഞ്ഞുങ്ങളുടെ അതിലോട്ടോ ഒക്കെ ചെയ്ത് കൊടുക്കാം. അലിഗേറ്റർ ക്ലിപ്പിൽ അല്ലെങ്കിൽ ടിക് ടാക്ക് സ്ലൈഡിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ചെറിയ ഫ്ലവർ ചെയ്യണം കേട്ടോ. പറ്റില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ച് ചെറിയ ഫ്ലവർ ചെയ്യുക. വലിയ ഫ്ലവർ ചെയ്യുന്നത് നമുക്ക് ഹെയർ ബോയിലോട്ടോ ഹെയർ ബാൻഡിലോട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ഫ്ലവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഹെൽപ്ഫുൾ ആവുമെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. ഹെയർ ആക്സസറീസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ്സുകൾ ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട്, അതുപോലെ ഫ്രോക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സും എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനും കോൺടാക്റ്റ് ചെയ്യാം. ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഹെയർ ആക്സസറീസൊക്കെ മേക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മോഡൽസ് കിട്ടും ചാനലിൽ. അത് കയറിയിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുപോലെയൊക്കെ ചെയ്ത് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, എന്തായാലും ഫ്ലവർ നമ്മളിവിടെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്, രസമുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഹെയർ ആക്സസറീസിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ കയ്യിലുള്ള ഇതുപോലുള്ള തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എത്രത്തോളം സക്സസ് ആവുന്നു എന്നുള്ള കാര്യം. അതിനുശേഷം മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂൾ ഉറപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സെയിലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടോ ഒക്കെ നിങ്ങൾക്കിത് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഫ്ലവർ മേക്ക് ചെയ്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇന്നിപ്പോൾ ഒരു ബണ്ണിലോട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ്